ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PSC എക്സാംസ് എഴുതുന്നവർക്കൊക്കെ അറിയാം. അതായത് CPO, SI പോലുള്ള എക്സാംസ്, അതുപോലെ വരാനിരിക്കുന്ന ലീഗൽ അസിസ്റ്റന്റ്, ഒരുപാട് എക്സാംസിന് ലോ പേപ്പറുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ലോ പഠിക്കാതെ എഴുതാൻ പറ്റില്ല, കാരണം അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ലോ. അപ്പോ BNS, IPC, BNSS, CRPC ഇതുപോലുള്ള ഒരുപാട് ആക്ടുകളുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BNS ആണ് കേട്ടോ, BNS. അപ്പോ ഒരു മിനിറ്റ്. ഓക്കെ, തുടങ്ങാം. BNS അഥവാ ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിത ഇത് ആക്ട് പ്രപ്പോസ് ചെയ്യുന്നത് 2023-ലാണ്. ഇവിടെ അത് മിസ്സായിപ്പോയി കേട്ടോ. 2023-ലാണ് ഈ ആക്ട് ബില്ല് പ്രപ്പോസ് ചെയ്യുന്നത്. സോറി. ഇത് എന്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നതാണ്? നമ്മുടെ IPCയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നതാണ്. അറിയാലോ, IPC ഇന്ത്യൻ പീനൽ കോഡിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നതാണ്. ഇന്ത്യൻ പീനൽ കോഡ് 1860 ലോർഡ് മെക്കോളയാണ് കോഡിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്? ഭാരതീയ ന്യായ സംഹിത വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡിൽ 511 സെക്ഷൻസ് ഉണ്ടായിരുന്നു. അതിപ്പോ കുറഞ്ഞ് എത്ര സെക്ഷനായി? 358 സെക്ഷനായി കുറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ഒരുപാട് സെക്ഷൻസിനെ ചുരുക്കി സബ് സെക്ഷൻസ് ആക്കി ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള കുറെ റീഅറേഞ്ച്മെന്റ്സ് നടത്തി എന്നുള്ളതല്ലാതെ കുറച്ച് അഡീഷൻസ് നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പേരാണ് മെയിൻ ആയിട്ട് മാറിയത്. ഭാരതീയ ന്യായ സംഹിത ഒരു ഇന്ത്യൻ നെയിം ആക്കി മാറ്റി 2023. 2023. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ഇത് സ്വാഭാവികമായിട്ട് ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോക്സഭയിലാണ്. ലോക്സഭയിൽ തന്നെ ആവണമെന്നില്ല, എങ്കിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോക്സഭയിലാണ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അമിത്ഷായാണ്. ഹോം മിനിസ്റ്റർ അമിത്ഷായാണ് ഇത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ നടന്ന ദിവസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 11 ഓഗസ്റ്റ് 2023-ലാണ് ഇത് ആദ്യമായി ലോക്സഭയിലെ ഈ ബില്ല് പാസ്സാകും. അതുപോലെ ഇതിന്റെ ഫൈനൽ അസന്റ് വരുന്നത്, ഫൈനൽ അസന്റ് എന്ന് പറയുമ്പോൾ ഒരു ബില്ല് ആക്ട് ആവണമെങ്കിൽ പ്രസിഡന്റ് അസന്റ് കൊടുക്കണം, അല്ലെ? ബില്ല് സൈൻ ഇടണം. എന്നാൽ അതെന്ത് ചെയ്യും? ബില്ലെന്ന് പറയുന്നത് എന്താവും? ബില്ലെന്ന് പറയുന്നത് ആക്ട് ആവും. അങ്ങനെ ആക്ട് ആയ ദിവസം എന്നാണ്? ഡിസംബർ 25, 2023. അതായത് ക്രിസ്മസ് ദിനത്തിലാണ് ഈ BNS മാത്രമല്ല, BNS-നെ കൂടാതെ 2 ആക്ടുകൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പത്രം വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് BNSS അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അതുപോലെ തന്നെ BSA എന്ന് പറയുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയം. ഈ 2 ആക്ടുകളും കൂടി എന്തിന്റെ കൂടെ വന്നിട്ടുണ്ട്? BNS-ന്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. BNSS എന്ന് പറഞ്ഞാൽ CRPCയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾഡ് CRPC മാറ്റിയിട്ടാണ് BNSS വരുന്നത്. അതുപോലെ എവിഡൻസ് ആക്ട് 1872-ലെ എവിഡൻസ് ആക്ടിന് പകരം വന്നിരിക്കുന്നതാണ് എന്ത്? ഭാരതീയ സാക്ഷ്യ അധിനിയം. എന്താണ് ഈ സംഹിത എന്ന് പറയുന്നത്? എന്താണ് സംഹിത എന്ന് പറയുന്നത്? സംഹിത ഈസ് ഓൾസോ നോൺ ആസ് കോഡ് അല്ലെങ്കിൽ ലോ എന്നൊക്കെ പറയുന്നതാണ് സംഹിത. അപ്പോ അതിന്റെ ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നതല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് ഫൈനൽ അസന്റ് കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ്. അങ്ങനെ അതൊരു ആക്ടായി. ആ ആക്ട് അപ്പൊ തൊട്ട് തന്നെ നിലവിൽ വന്നോ? ഇല്ല. ഡിസംബർ 25, 2023 നിലവിൽ വന്നോ? ഇല്ല. കാരണം നമ്മുടെ ഈ തുടക്കത്തിൽ നമ്മൾ എല്ലാ ആക്ടുകളുടെയും തുടക്കത്തിൽ നമ്മൾ പറയും, പാർലമെന്റ് ഷാൽ ഡിക്ലെയർ ദി ഡേറ്റ്. അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ആർക്ക് തീരുമാനിക്കാം? പാർലമെന്റ്, എക്സിക്യൂട്ടീവിന് തീരുമാനിക്കാം, ഗവൺമെന്റിന് തീരുമാനിക്കാം. ഗവൺമെന്റിന് തീരുമാനിക്കാം. അങ്ങനെ ഗവൺമെന്റ് ഇത് താമസിച്ചത് എന്ന് പറയുമ്പോൾ ഈ ലോ എന്ന് പറയുന്ന ഒരുപാട് ഈ പെട്ടെന്ന് IPC പോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടുകൾ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമം പരിപാലിക്കുന്ന ആൾക്കാർ, അതായത് അഡ്വക്കേറ്റ് ആയാലും പോലീസുമാർക്കായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഒരു ജുഡീഷ്യറിയിലായാലും അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങൾ ഇത് വെൽ പ്രിപ്പയർഡ് ആവൂ. അപ്പോൾ ഒരു 5-6 മാസം സമയം എന്തായാലും ഉണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഒരു 5-6 മാസം സമയം കൃത്യം
കഴിഞ്ഞു. അതായത് ജൂലൈ 1, 2024 എന്ത് ചെയ്തു? കമൻസ്മെന്റ് ചെയ്തു. ഓക്കെ, അന്ന് തൊട്ട് എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ഈ നിയമങ്ങൾ നിലവിൽ വന്നു, കെയിം ഇൻ ടു ഫോഴ്സ്. ഓക്കെ, അപ്പൊ കമൻസ്മെന്റ് ഒരിക്കലും നിങ്ങൾ ഡിസംബർ 25, 2023 പറയരുത്. ജൂലൈ 1, 2024 ഓൾ 3 ആക്ട്സ് എന്ത് ചെയ്തത്? കമൻസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് അടുത്ത ആക്ടിന്റെ ഫസ്റ്റ് സെക്ഷൻ, ഇന്ന് ഞാനൊരു ഇൻട്രോ സെക്ഷൻ ആയിട്ടാണ് എടുക്കുന്നത് മൊത്തത്തിൽ. അപ്പോൾ സെക്ഷൻ 1 പ്ലസ് ഈ ഇൻട്രൊഡക്ഷനുമാണ് ഞാൻ എടുക്കുന്നത്. ബാക്കിയുള്ള സെക്ഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ് തൊട്ട്, അത് തുടക്കമല്ലേ. ഓക്കെ, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. അപ്പോൾ സെക്ഷൻ 1, അപ്പൊ ഇതിന്റെ നോട്ട് ഇപ്പൊ നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ മലയാളം നോട്ട്സ് ഭാവിയിൽ വേണമെന്നുള്ളവർ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പൊ നമുക്ക് നിലവിൽ മലയാളം നോട്ട്സ് ഇല്ല. അപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് നോട്ട്സ് ഇപ്പൊ നിലവിലില്ല. ഇപ്പൊ തൽക്കാലം ബെയർ ആക്ട് വെച്ചിട്ട്, ബെയർ ആക്ട് ആണ് നമ്മൾ റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടുകളുടെ എല്ലാം ബെയർ ആക്ട് കിട്ടും, കൊമേഴ്ഷ്യലിന്റെ, യൂണിവേഴ്സിന്റെ. അപ്പൊ ഇതിന്റെ എന്ത് ചെയ്യണം? റെഫറൻസ് മെറ്റീരിയൽ തൽക്കാലം നിങ്ങൾ ബെയർ ആക്ട് റെഫർ ചെയ്യൂ, അല്ലെങ്കിൽ ഈ നോട്ട്സ് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി. അപ്പോ ഭാവിയിൽ നമ്മൾ നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കുറച്ച് കാലതാമസം. അപ്പൊ നമ്മുടെ സെക്ഷൻ 1 പൊതുവെ എന്താണ്? എല്ലാ ആക്ടുകളിലും സെക്ഷൻ 1 എന്ന് പറയുന്നത് 1 ഷോർട്ട് ടൈറ്റിൽ, 2 കമൻസ്മെന്റ്, ആപ്ലിക്കേഷൻ. ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹെഡിങ്, ഒരു ആക്ടിന്റെ ഹെഡിങ് ആണല്ലോ ടൈറ്റിൽ എന്ന് പറയുന്നത്, ഹെഡിങ്. ഓക്കെ, അപ്പൊ ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭാരതീയ ന്യായ സംഹിത 2023. ഇത് മൊത്തത്തിൽ ഇതിന്റെ ടൈറ്റിലാണ്. ഓക്കെ, ഭാരതീയ ന്യായ സംഹിത 2023 എന്ന് പറയുന്നതാണ് എന്തിന്റെ ഷോർട്ട് ടൈറ്റിൽ? ഈ ഒരു ആക്ടിന്റെ ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇനി കമൻസ്മെന്റ് നമ്മൾ പറഞ്ഞു, ഗവൺമെന്റ് ആണ് ഇത്. കമൻസ്മെന്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? നേരത്തെ പറഞ്ഞത് എന്താ? ജൂലൈ 1, 2024. അത് ഗവൺമെന്റ് പിന്നെ തീരുമാനിച്ചതാണ്. ജൂലൈ 1, അതായത് ബില്ല് ആക്ട് ആയ സമയത്ത് എന്താണ്? അത് വന്നില്ല, ഡേറ്റ് വന്നിട്ടില്ല. അത് പിന്നെയാണ് എന്ത് ചെയ്തത്? ഗവൺമെന്റ് തീരുമാനിച്ചത് ഇന്ന ഡേറ്റിൽ. ഏത്? ജൂലൈ 1, 2024. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോ കമൻസ്മെന്റും പഠിച്ചു, ഷോർട്ട് ടൈറ്റിലും പഠിച്ചു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ആപ്ലിക്കേഷൻ എന്താണ് BNS കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്? ആർക്കൊക്കെയാണ് ഈ ആക്ട് ബാധകമാകുന്നത്? ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊരു സബ്സ്റ്റാൻറ്റീവ് ലോ ആണ്. ഇതിൽ ഉള്ളതെന്ന് പറയുമ്പോൾ ഫുള്ള് ഡെഫിനിഷൻസ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള കുറ്റകൃത്യങ്ങൾ എല്ലാം ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ പണിഷ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട്. പണിഷ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആർക്കൊക്കെയാണ് ഈ പണിഷ്മെന്റ്സ് കിട്ടാവുന്നത്, അല്ലെങ്കിൽ ലയബിലിറ്റി ആർക്കൊക്കെ വരും? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാണ് ഈ പണിഷ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിന് എന്തായാലും ഈ പണിഷ്മെന്റ്സ് ബാധകമാണ്. നമ്മൾ ഈ പറയുന്ന BNSലെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ഈ BNS പ്രകാരം നമ്മൾ പണിഷ് ചെയ്യും. മനസ്സിലായ? നമ്മളിപ്പോ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മർഡറിന്റെ സെക്ഷൻ എടുത്തു നോക്കുക, BNSലെ മർഡർ സെക്ഷൻ എടുത്തു നോക്കി അതിലെ പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കും. അത് ലൈഫ് ഇംപ്രിസൺമെന്റ് ആയിരിക്കാം, ഡെത്ത് പെനാൽറ്റി ആയിരിക്കാം. ഓക്കെ, അത് എന്താണോ അത് നമ്മുടെ ആ സർക്കംസ്റ്റാൻസ് വെച്ചിട്ട് വിധി വരുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? BNS പ്രകാരം ശിക്ഷ കിട്ടും. അതിൽ തർക്കമൊന്നുമില്ല. ഓക്കെ, പക്ഷെ നമ്മൾ അതല്ല നോക്കാൻ പോകുന്നത്. നമ്മള് ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ ആണ് ഇപ്പൊ നോക്കാൻ പോകുന്നത്. ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ ഇൻ ഇന്ത്യ ആർക്കൊക്കെ ഈ ലയബിലിറ്റി ഉണ്ടാവും, ഈ പണിഷ്മെന്റ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കണം. ആർക്ക് വേണോ കിട്ടും. ഈ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഇതിപ്പോ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസ് ആണെങ്കിലും ഫോറിൻ സിറ്റിസൺസ് ആണെങ്കിലും ഒരു ക്രൈം ചെയ്യാണ്, സ്വാഭാവികമായിട്ടും ഇവിടുത്തെ BNS പ്രകാരം എന്തായിരിക്കും? അവിടുത്തെ ശിക്ഷ കിട്ടും. ഇന്ത്യയിൽ വന്നിട്ട് ഒരാള്, അതായത് സൗദി അറേബ്യയിൽ ഒരാൾ വന്നിട്ട് ഇവിടെ ബോംബെറിഞ്ഞു. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ഇവിടുത്തെ സെക്ഷൻ വെച്ചിട്ട് അവനെ പണിഷ് ചെയ്യാനായിട്ടുള്ള നിയമം നമുക്കുണ്ടല്ലോ, BNS ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യും. ഇനി അപ്പൊ ഇന്ത്യയിൽ വെച്ചിട്ട് നമ്മളൊരു ക്രൈം ചെയ്യുകയാണെങ്കിൽ അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദി സിറ്റിസൺഷിപ്പ്, അതായത് ഇന്ത്യൻ ആണെങ്കിലും ഫോറിൻ ആണെങ്കിലും അവനെ എന്ത് വെച്ചിട്ട് ശിക്ഷിക്കാം? BNS വെച്ചിട്ട് ശിക്ഷിക്കാം. അതിനുശേഷം പിന്നെ കൈമാറ്റമൊക്കെ ചെയ്ത് വേറെ അവരുടെ രാജ്യത്തിലോട്ടൊക്കെ വിട്ട് അവിടുത്തെ പ്രിസ്ക്രൈബ്ഡ് പണിഷ്മെന്റ് അങ്ങനെയൊക്കെ കൊടുക്കാം. പക്ഷെ അതൊക്കെ രണ്ടാമത്തെ കാര്യം. നമ്മുടെ BNS പ്രകാരം എന്ത് ചെയ്യാം? ഇയാൾക്ക് ലയബിലിറ്റി ഉണ്ട്, ഈ പറയുന്ന സിറ്റിസൺ. അതിപ്പോ ഇന്ത്യൻ ആണെങ്കിലും അല്ലെങ്കിൽ. ഇനി അടുത്തത് ബിയോണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാണ്. അത് നമ്മുടെ BNSലുള്ള ക്രൈമാണ്. ഓക്കെ, BNSലുള്ള ക്രൈം ചെന്നിട്ട് കമ്മിറ്റ് ചെയ്യാണ് ബിയോണ്ട് ഇന്ത്യ.
അങ്ങനെയാണെങ്കിലും എന്ത് പറ്റും, അവിടെ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ ആണ് ഈ പറയുന്ന ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന വയ്ക്കും. സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, ഇപ്പോൾ ബിയോണ്ട് ഇന്ത്യയിലാണ് പോയി കമ്മിറ്റ് ചെയ്തതെങ്കിലും എന്ത് ചെയ്യും, അവനെ എന്തെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നമ്മൾ പിടികൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, BNS പ്രകാരം ശിക്ഷിക്കും. അത് മാത്രമല്ല അവിടെ ഒരു പ്രിസംഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ അവൻ പുറത്തുപോയി ചെയ്ത ക്രൈം ഉണ്ടല്ലോ, അവൻ പുറത്തുപോയി ചെയ്ത ക്രൈം എന്താണെന്ന് പ്രിസംഷൻ എടുക്കും. നമ്മുടെ ഇന്ത്യയിൽ വെച്ച് തന്നെ ആ ക്രൈം കുറ്റകൃത്യം ചെയ്തതായിട്ട് പ്രിസ്യൂം ചെയ്യും കോടതി. ഓക്കെ, അതാണ് ഈ പ്രിസംഷൻ എടുത്തിരിക്കുന്നത്. പ്രിസംഷൻ ഫാക്ടർ ഉണ്ട് കേട്ടോ ബിയോണ്ട് ഇന്ത്യ. ഇനി നമ്മൾ ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞത് ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ ആണ്. ഇനി നമ്മൾ സിറ്റിസൺഷിപ്പിന്റെ കാര്യം പറയണം. ഇന്ത്യൻ സിറ്റിസൺ നമ്മുടെ ഇത് പറഞ്ഞ കാര്യമാണ്, എന്നാലും വീണ്ടും ഞാൻ പറയുകയാണ്. ഇന്ത്യൻ സിറ്റിസൺ നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറിക്ക് അകത്ത് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു, BNSനകത്തുള്ള ഒരു BNSൽ പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ക്രൈം കമ്മിറ്റിയാണ് വിത്തിൻ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസന് ഈ പറയുന്ന ശിക്ഷ കിട്ടും. അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ബിയോണ്ട് ദി ടെറിട്ടറി, അവൻ ഇന്ത്യൻ സിറ്റിസൺ ഈ ക്രൈം BNSൽ പറയുന്ന ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, അവനും ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതിന്റെ പ്രിസംഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതായത് നമ്മുടെ അതായത് ഇന്ത്യയിലല്ല, പുറത്ത് വിദേശത്ത് വെച്ചിട്ട് നമ്മുടെ രജിസ്ട്രേഷനുള്ള ഒരു ഷിപ്പോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റോ അവിടെ പോയി, ഇപ്പൊ നമ്മളെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രജിസ്റ്റേർഡ് എയർക്രാഫ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എയർ ഇന്ത്യ നമ്മുടെ ഖത്തറിൽ ലാൻഡ് ചെയ്തപ്പോഴെന്ത് ചെയ്തു, അവിടെ ഖത്തറിലെ ഒരു സ്വദേശി, അത് ഇന്ത്യൻ സ്വദേശി ആവണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു സ്വദേശി ആയാൽ മതി, അയാൾ എന്ത് ചെയ്തു, ആ ഫ്ലൈറ്റിന് നേരെ ബോംബ് എറിഞ്ഞു. അങ്ങനെ എന്ത് പറ്റി, ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന കുറെ പേരെ തട്ടിപ്പോയി. അപ്പൊ എന്ത് പറ്റും, സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, അവനെ ശിക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ BNS പ്രകാരം ശിക്ഷിക്കാൻ പറ്റും, അവനെ ശിക്ഷിക്കാൻ പറ്റും. കാരണം എന്താണ്, നമ്മുടെ എയർക്രാഫ്റ്റ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. എയർക്രാഫ്റ്റ് തന്നെ ആവണമെന്നില്ല, ഷിപ്പ് ആയാലും മതി. ഷിപ്പ് ബിയോണ്ട് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറിയിലെ പുറത്ത് പോകുന്ന ഷിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഷിപ്പ് എന്തായിരിക്കും, രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ ആയിരിക്കും. അതിനകത്ത് ഇപ്പൊ കുറെ പൈററ്റ്സ് വന്നിട്ട് കുറെ പേരെ കൊന്നു, മോഷണമൊക്കെ നടത്തി പോയി. പക്ഷെ അവന്മാരെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, അവരെ ഏത് സ്വദേശിയുള്ള ആയിക്കോട്ടെ, അവരെ BNS പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BNS പ്രകാരം നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് സെക്ഷൻ ആണെന്ന് ആലോചിക്കണം. പക്ഷെ എങ്കിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതെന്നൊക്കെ ചോദ്യം. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ കുറച്ച് സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ടും കാര്യം കൂടെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒഫൻസ് ടാർഗറ്റിംഗ് കമ്പ്യൂട്ടർ റിസോഴ്സ് ഇൻ ഇന്ത്യ, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ റിസോഴ്സ്, ഇന്ത്യൻ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഗവൺമെന്റ് സൈറ്റ്, ഇപ്പൊ നമ്മുടെ ഒരുപാട് ഇമ്പോർട്ടന്റ് സൈറ്റ്സുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഹാക്കിംഗ്, ഒരുപാട് സൈബർ ക്രൈംസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ നൈജീരിയൻ ക്രൈംസ് ഒക്കെ ഇല്ലേ. അപ്പോ അതുപോലുള്ള ഒഫൻസുകൾ പുറത്തിരുന്ന് ഒരാൾ ചെയ്യുകയാണെന്ന് വെച്ചോ, പുറത്തിരുന്ന് ഇപ്പൊ ആഫ്രിക്കയിലുള്ള ഒരാളാണ് ചെയ്ത്, ആഫ്രിക്കൻ പൗരനാണ് ചെയ്യുന്നതെന്ന് വെച്ചോ, അവനെ ശിക്ഷിക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണ്, ഇറ്റ്സ് ആൻ ഒഫൻസ് ടാർഗറ്റിംഗ് കമ്പ്യൂട്ടർ റിസോഴ്സ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് ആര് ചെയ്താലും, അതിപ്പോ ഇന്ത്യക്കാരൻ തന്നെ ഇന്ത്യയിലിരുന്ന് ചെയ്താലും സ്വാഭാവികമായിട്ട് അയാളെ ശിക്ഷിക്കും. ഇന്ത്യക്കാരൻ പുറത്തിരുന്ന് ചെയ്താലും ശിക്ഷിക്കും. വിദേശി പുറത്തിരുന്ന്, അതായത് വിദേശ പൗരത്വമുള്ള ഒരാള് പുറത്തിരുന്ന് ചെയ്താലും ശിക്ഷിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒഫൻസ് ടാർഗറ്റിംഗ് കമ്പ്യൂട്ടർ റിസോഴ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു എക്സെപ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു BNS പ്രകാരം ശിക്ഷിക്കാൻ പറ്റാത്ത ആരൊക്കെയാണ് ശിക്ഷിക്കാൻ പറ്റാത്തത്? അത് ചില സന്ദർഭങ്ങളിൽ മാത്രം, എല്ലാ സന്ദർഭങ്ങളിലും പറ്റില്ല. നമ്മുടെ ആർമി അല്ലേ, ആർമി, നേവി, എയർഫോഴ്സ് അല്ലേ, എയർഫോഴ്സ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് അല്ലേ. അപ്പൊ ഇവരെ എന്ത് ചെയ്യണം, ഇവരുടെ ഇപ്പൊ ഇപ്പൊ ആർമി എക്സാമ്പിൾ ഞാൻ പറയണം. ഇപ്പൊ ആർമിയിൽ പലരെയും പല ഡെപ്യൂട്ടേഷൻ, ഇപ്പൊ ചില ആൾക്കാരെ അതിർത്തികളിലാണല്ലോ വിനിയോഗിച്ചിരിക്കുന്നത് കൂടുതലും. അപ്പൊ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് ഇവരെന്ത് ചെയ്യാണ്, ഡെസേർട്ടേഷൻ ചെയ്താണ്. അതായത് ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ എന്ത് ചെയ്യാണ്, ഇവർ ഒളിച്ചോടിപ്പോയി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവരെ ശിക്ഷിക്കണ്ടേ? ശിക്ഷ ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ അത് ആരാണ് ശിക്ഷിക്കുന്നത്? BNS പ്രകാരമാണോ ശിക്ഷിക്കുന്നത്? അല്ല, BNS പ്രകാരമല്ല. അവിടെ കോർട്ട് മാർഷലാണ്, അവിടെ അവരുടെ പ്രത്യേക നിയമങ്ങളുണ്ട്. ഓക്കെ, അവരുടെ പ്രത്യേക നിയമങ്ങളുണ്ട്, അത് വെച്ചിട്ടാണ് ശിക്ഷിക്കുന്നത്. മോഹൻലാൽ പിൻഗാമി സിനിമയിൽ പറയുന്ന പോലെ നമ്മളെ ശിക്ഷിക്കാൻ വേറെ കോടതി ഉണ്ടല്ലേ, അതുപോലെ കോർട്ട് മാർഷലിംഗ് അത് വേറൊരു ഇതാണ്. അപ്പൊ അത് BNS പ്രകാരമല്ല. അതുപോലെ തന്നെ ഈ മ്യൂട്ടണി, സെപ്പോയ് മ്യൂട്ടണി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ആർമിയുടെ ക്യാമ്പിലൊക്കെ എന്ത് ചെയ്യാണ്,
ഒരാള് മനഃപൂർവ്വം വന്നിട്ട് എന്ത് ചെയ്യാണ്, മ്യൂട്ടിനി ഉണ്ടാക്കി കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അയാൾക്കെതിരെ എന്ത് ചെയ്യും, നടപടി ഉണ്ടാവും. ഈ സെപ്പോയ് മ്യൂട്ടിനി എന്നൊക്കെ പറയുമ്പോൾ മംഗൽ പാണ്ഡെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അത് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ സെപ്പോയ് മ്യൂട്ടിനി ചെയ്തുകൊണ്ട് അയാൾ ഹീറോ ആയി. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അയാളെ സ്വാഭാവികമായിട്ട് കോർട്ട് മാർഷൽ ചെയ്യും. പക്ഷെ അതും എന്ത് പ്രകാരം ആയിരിക്കില്ല, BNS പ്രകാരം അല്ല. അതിനും പ്രത്യേക ആക്ടുകളുണ്ട്. ഓക്കെ, ഇത്രയുമാണ് സെക്ഷൻ 1 എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് റിവൈസ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് സെക്കൻഡ് ഈ ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെന്റ് ആപ്ലിക്കേഷൻ പൊതുവെ എല്ലാ ആക്ടുകളിലും സെക്ഷൻ 1 കേട്ടോ. ആകെ ഒരു വ്യത്യാസം വരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അത് ഏകദേശം ലാസ്റ്റ് ആർട്ടിക്കിളിലാണ്, ലാസ്റ്റ് ഇതായിട്ടാണ് വരുന്നത്. അതൊരു പ്രത്യേക ഒരു എക്സെപ്ഷണൽ കേസാണ്. ഇനി അടുത്ത അതേപോലെ തന്നെ ഡെഫിനിഷൻ വരുന്നതും, ഡെഫിനിഷൻ സെക്കൻഡ് സെക്ഷൻ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. ഡെഫിനിഷനും എന്താണ്, പൊതുവേ സെക്കൻഡ് സെക്ഷനിലാണ് എല്ലാ ആക്ടുകൾക്കും ഡെഫിനിഷൻ വരുന്നത്. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.